26 പേർ കൊല്ലപ്പെട്ടു. 26 പേർ കൊല്ലപ്പെട്ടു. ആദിൽ എന്ന് പറയുന്ന കശ്മീരി യുവാവിന്റെ വീട്ടിൽ മാത്രമാണ് രാഹുൽ പോയത്. അത് എന്തുകൊണ്ടാണ്? ബാക്കി ഈ 25 പേരുടെ വീടുകളും എന്താ രാഹുലിന് കയറി ചെല്ലാൻ കഴിയില്ലേ? അപ്പോൾ അവര് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിക്കൊണ്ടിരുന്നപ്പോ അത് കുക്കർ പൊട്ടിത്തെറിച്ച് മരിച്ചതാണ്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ശ്രമങ്ങളെ ഇങ്ങനെ തുറന്നു കാണിക്കേണ്ടി വരുന്നത്. എച്ചിൽ മുസ്ലിം ആരിഫ് ഹുസൈനെ നീ ഇപ്പോ ജനൻ ടിവിയുടെ സ്ഥിരം ചർച്ചക്കാരനാകാനായിട്ട് സാധിച്ചല്ലോ. വളരെ നല്ല കാര്യം. അവർക്ക് ഏതായാലും ഇതുപോലെയുള്ള പൃഷ്ഠം താങ്ങുന്ന ആളുകളെയാണ് താല്പര്യം എന്നുള്ളത് കൊണ്ട് നിനക്കും നമ്മുടെ കവിത ടീച്ചറിനൊക്കെ എന്തെങ്കിലുമൊക്കെ പണിയായിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾ പണിയെടുക്ക്. പക്ഷെ അറിയാത്ത പണി എടുക്കാനായിട്ട് പോവരുത്. നീലിമേച്ചി പിന്നെ ജനൻ ടിവിയുടെ സ്വന്തം ആളായതുകൊണ്ട് ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളെയൊക്കെ വിളിച്ചു പറയാം. കാരണം അവിടെ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പൊട്ടത്തരം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളത്. പക്ഷേ രാഷ്ട്രീയം എന്താണെന്ന് പോലും അറിയാത്ത പൊട്ടത്തരങ്ങൾ മാത്രം വിളിച്ചു പറയാനായിട്ടുള്ള എച്ചിൽ മുസ്ലിമായിട്ട് നടക്കുന്ന നീ, ബാക്കിയുള്ളവരൊക്കെ കിഴങ്ങ് ഉണ്ടാക്കി, കിഴങ്ങന്മാർക്ക് പിന്നെ കിഴങ്ങായിരിക്കുമല്ലോ ഉദാഹരണമായിട്ട് പറയാനുള്ളത്. ആ കിഴങ്ങ് ഉണ്ടാക്കിയപ്പോ കുക്കർ പൊട്ടിത്തെറിച്ച് മരിച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ഈ ജനൻ ടിവിയോട് അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട് പ്രിയപ്പെട്ടതല്ലാത്ത ആരിഫ് ഹുസൈനും കൂടെ അറിയാനായിട്ട് പറയുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശനത്തിനിടയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പൊ ജനൻ ടിവിയിൽ തന്നെ ഭയങ്കര വലിയ കാര്യത്തിൽ പറയുന്നുണ്ടായിരുന്നു, ദാ സൗദി സന്ദർശനം നിർത്തലാക്കി, ദാ വരുന്നു മോദിജി കാശ്മീരിലേക്ക്, ഇപ്പൊ മാലയെടുത്ത് അങ്ങോട്ട് മറിക്കുമെന്ന്. വന്ന് ഡൽഹിയിൽ ഇറങ്ങിയിട്ട് ഡയറക്റ്റ് ആയിട്ട് പോയത് എങ്ങോട്ടാണ്? അങ്ങ് ബീഹാറിലേക്ക്. നിതീഷ് ഏട്ടന്റെ താങ്ങാനായിട്ട് പൃഷ്ഠം. മറിച്ച് രാഹുൽ ഗാന്ധി എന്തായിരുന്നു ചെയ്തത്? രാഹുൽ ഗാന്ധി അമേരിക്കയിലുള്ള സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ആ അമേരിക്കൻ സന്ദർശനം അവിടെ വെച്ച് നിർത്തി അദ്ദേഹം നേരിട്ട് വന്നത്, ആദ്യമേ പോയത് ജമ്മു കാശ്മീർ CM-നെ കാണാനായിട്ടാണ് പോയത്. ഉമർ അബ്ദുള്ളനെ കാണാനായിട്ട് അദ്ദേഹവുമായിട്ടാണ് സംസാരം നടത്തിയത്. അദ്ദേഹത്തിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും സംസാരിക്കുകയും ചെയ്തു. അതാണ് ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട കാര്യം. അതിനുശേഷം അവിടെ പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ കഴിയുന്ന ആളുകളെ കാണാനായിട്ടാണ് രാഹുൽ ഗാന്ധി പോയത്. അതിനുശേഷം ഈ ജമ്മു കാശ്മീരിനടുത്തുള്ള ശുഭം എന്ന് പറയുന്ന ഒരാൾ മരിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് പോയത്. അതിനുശേഷമാണ് ഈ പറയുന്ന കാശ്മീരിൽ തന്നെയുള്ള ആദിലിന്റെ വീട്ടിലേക്ക് പോയത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ആദിലിനെ മാത്രം ഇതിലേക്ക് എടുത്തത്? ശരി, മോദിജി ഈ ആദിലിന്റെ വീട്ടിൽ വേണ്ട, ബാക്കി ഏതെങ്കിലും ഒരു വീട്ടില് ആ ഹോസ്പിറ്റലിലെങ്കിലും പോയിരുന്നു, അതും വേണ്ട. ഇതെല്ലാം കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പോയത് ഒരു സർവകക്ഷി യോഗം വിളിച്ചിരുന്നു, അമിത്ഷായുടെയും മറ്റുള്ള എല്ലാ ആളുകളുടെയും നേതൃത്വത്തിൽ. എന്തേ പോകാഞ്ഞ മോദിജി അങ്ങോട്ട്? രാഹുൽ ഗാന്ധി ഇതിനുശേഷം നേരെ അതിൽ പങ്കെടുക്കാനായിട്ട് പോയത്. ഇതൊന്നും അറിയാതെ അവിടെ ഇന്നുകൊണ്ട് തൊലിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ആരിഫ് ഹുസൈനെ പുച്ഛമാടോ തന്നോട്? പുച്ഛം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമപുച്ഛം. പിന്നെ ആ മാധ്യമപ്രവർത്തകരോട് ഞാനൊന്നും പറയുന്നില്ല. കാരണം അവർക്ക് ചില കാര്യങ്ങൾ പറയരുത്, ചില കാര്യങ്ങൾ പറയണം, എങ്കിൽ മാത്രമേ ആ ജോലി അവർക്ക് നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് അവർ അങ്ങനെ പലതും പറയും. അതുകൊണ്ട് ആ ചേച്ചിനെ ഞാൻ ഒന്നും പറയുന്നില്ല.